വിക്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം പുറത്തേക്ക് വരുന്ന കണ്ട് വേദ പറയാം, എന്ത് ചൂടാ ഇവിടെ, ചുട്ടു പൊള്ളുന്ന പോലെ തോന്നിയത്, എന്നെ കൂടി അകത്തേക്ക് കൊണ്ടുപോകാറുന്നില്ലേ. എന്നിട്ട് വേദ വിക്രമിന്റെ പുറകെ കയറാൻ ഒരുങ്ങുമ്പോൾ വിക്രം പറയാം, അതെ എന്റെ ഷോ കഴിഞ്ഞു, ഇനി നിന്റെ ആവശ്യമില്ല. അപ്പോൾ വേദ പറയാം, എന്ന് വെച്ചാൽ എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്നെ കൊണ്ടാക്കണമെന്ന് പറയുമ്പോൾ വിക്രം പറയാം, ദേ നീ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. വേദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം ഈ നടന്ന കാര്യങ്ങളെല്ലാം വിനയൻ സാറിനോടും അവിടെ നിന്ന് പാർട്ടിക്കാരോടൊക്കെ ആയിട്ട് പറയുന്നു. വിനയൻ സാർ ചിരിച്ചുകൊണ്ട് പറയാം, അപ്പോൾ നീ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുത്തല്ലേ, സംഭവം നിന്റെ അളിയനായതുകൊണ്ട് നീ മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കൂ, പണം കൊണ്ടുവരില്ല, കാലതാമസം ചോദിക്കും എന്നൊക്കെയല്ലേ ഇവര് പറഞ്ഞത്, ഇപ്പൊ എന്തായി. അപ്പോൾ ഈ സമയം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ അച്ചു എന്ന് പറയുന്ന ആൾ പറയുകയാണ്, ദേ സാർ പണം എത്തിയിട്ടുണ്ട്, വളരെ ഉപകാരം. അപ്പോൾ വിനയൻ സാർ പറയാം, ദേ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എന്നിട്ട് പാർട്ടിക്കാരോട് പറയാം, നമ്മുടെ പാർട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്ക്. അങ്ങനെ അച്ചു ഞാൻ ഇന്ന് തന്നെ പൈസ ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വിനയൻ സാറാണെങ്കിൽ വിക്രമിനോട് പറയുകയാണ്, വാ അവിടുത്തെ യൂണിയൻ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സ്വകാര്യമായിട്ട് പറയാനുണ്ട്, വാ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ വിക്രമായിട്ട് മുകളിലേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് പാർട്ടിയിലുള്ള മറ്റുള്ളവർ പറയാണ്, ഇതെന്താ നമ്മൾ എത്ര കാലമായിട്ട് കൊടിയും പിടിച്ച് നടക്കുന്നു, എന്നിട്ട് ഇവന് മാത്രം എന്താ ഒരു മുൻഗണന. അപ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, എങ്കിൽ പിന്നെ നീ ഇത് ഞങ്ങളോട് ചോദിക്കാതെ നേരിട്ട് വിനയൻ സാറിനോട് ചോദിച്ചൂടെ, അതിന് വയ്യ അല്ലേ, അവൻ കിട്ടുന്ന അവസരമെല്ലാം മുതലാക്കുന്നു, അത്രയും കരുതിയാൽ മതി. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് നന്ദിനി, ദേ ശ്രീജേർത്തി ആരാ വരുന്നതെന്ന് നോക്കിക്കേ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വേദയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാം, മാറ്റിന് കഴിയാൻ സമയമായില്ലല്ലോ, ഇവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ട് എന്തായി, അവൻ വഴി വെച്ച് ഇറക്കി വിട്ടോ, എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്, മാറ്റിന് തുടങ്ങിയില്ലേ. അപ്പോൾ ശ്രീജേടത്തി, എന്താ മോളെ എന്ത് പറ്റി, വിക്രം എവിടെ. വേദ പറയാം, നന്ദിനി എടുത്ത് പറഞ്ഞത് ശരിയാ, വിക്രം എന്നെ വഴിയിൽ ഇറക്കി വിട്ടു. ഇത് കേട്ട് നന്ദിനി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു. ശ്രീജ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീജ ചോദിക്കുക, അല്ല മോളെ എന്താ സംഭവിച്ചത്, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ. അപ്പോൾ നന്ദിനി പറയാം, അതിന് സംശയമുണ്ടോ, ഇവൾ എന്തെങ്കിലും വണ്ടിയിലിരുന്ന് പറഞ്ഞു കാണും, അവൻ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയി കാണും, അല്ലാതെ എന്ത് സംഭവിക്കാനാ. അപ്പോൾ വേദൻ ഞാൻ വഴക്കിട്ടില്ലെന്ന് പറയുമ്പോൾ നന്ദിനി പറയാം, അത് ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ സമയം അമ്മ പുറത്തേക്ക് വന്നിട്ട്, മോളെ വേദേ നീ വന്നോ, നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയേക്കുവാണെന്ന് നന്ദിനി പറഞ്ഞല്ലോ, എനിക്കാണെങ്കിൽ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ നന്ദിനി പറയാം, അത് തന്നെ, സ്വന്തം മോനെ പറ്റി അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റുന്നത്. ദേ ഇവൾ എന്തോ പറഞ്ഞു, അവൻ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയതാ, അതല്ലേടി സംഭവിച്ചത്, കണ്ടില്ലേ മിണ്ടാൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മ വയ്ക്ക്, എന്താ മോളെ എന്താ സംഭവിച്ചത്. വേദം കരഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടിട്ട് ശ്രീജയെടുത്തി, വേദേ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നന്ദിനി പറയാം, കണ്ടില്ലേ ഇവൾ എന്ത് അഭിനയിച്ചാലും ഇവരങ്ങ് അതിൽ വീഴും. അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ്, ദേ അകത്തേക്ക് കയറിപ്പോയേ. നന്ദിനി നിന്നോടല്ലേ അകത്തേക്ക് കയറിപ്പോകാൻ പറഞ്ഞത്, എനിക്ക് സ്വകാര്യമായിട്ട് ഇവളോടൊന്ന് സംസാരിക്കണം. ശ്രീജയെ മോളെ നീയും കൂടി അകത്തേക്ക് പോ. അങ്ങനെ നന്ദിനിയും ശ്രീജ അകത്തേക്ക് പോകുമ്പോൾ നന്ദിനി തിരിഞ്ഞു നോക്കുമ്പോൾ വേദ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിക്കുന്നു. ഇത് കണ്ടിട്ട് നന്ദിനി പറയാം, ദേ ശ്രീജ എടുത്തി നോക്കിക്കേ, അവൾ എന്നെ കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ ശ്രീജ എടുത്തി, ദേ നന്ദിനി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ബലമായിട്ട് നന്ദിനിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അമ്മ വേദയോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ വേദ നടന്നതെല്ലാം പറയുന്നു. എന്നിട്ട് അമ്മ പറയാം, എന്താ ഇവൻ ഇങ്ങനെ മോളെയും കൊണ്ട് പുറത്തു പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു സന്തോഷത്തിനറിയോ. അപ്പോൾ വേദ പറയാം, അതെ അമ്മേ, ഇന്ന് ഒരുപാട് നാൾക്കുന്ന ശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്, പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ അമ്മ പറയാം, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാം, ഇല്ലമ്മേ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വിക്രമിനെ പലപ്പോഴും പല മൂടാ, അത് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അമ്മ പറയാണ്, അതിനു വേണ്ടി നമുക്കൊരു കൗൺസിലിങ്ങിന് ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് വെച്ചാൽ അവൻ വരില്ല, അവനെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോൾ വേദ പറയാം, അതൊന്നും വേണ്ട, പിന്നെ പറയും നമ്മൾ വിക്രമിന് എന്തോ അസുഖം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കുകയാണെന്ന്, അതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അമ്മ എൻ്റെ കൂടെ നിന്നാൽ ഇത് അതേപോലെ നടക്കും. അപ്പോൾ അമ്മ ചോദിക്കുക, എന്താ മോൾ എന്താന്ന് വെച്ചാൽ പറ. അങ്ങനെ വേദയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയാം, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇതിനൊക്കെ നിൽക്കുമെന്ന്, അവന് ഒരു വിശ്വാസവും ഇല്ലാത്തവനാ, അവൻ എന്തായാലും ഇതിനൊന്നും കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേദ പറയാം, അമ്മയ്ക്കും വിക്രം പുതിയൊരു മനുഷ്യനായിട്ട് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ, വിക്രം നന്നാവണമെന്ന് അമ്മയ്ക്കില്ലേ. അപ്പോൾ അമ്മ പറയാം, അത് പിന്നെ ഇല്ലാതിരിക്കുമോ, എല്ലാവരെയും പോലെ എല്ലാ അമ്മമാരെ ആഗ്രഹിക്കുന്ന പോലെ അവനും ഒരു കുടുംബമായിട്ട് കുട്ടികളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് എനിക്കും ആഗ്രഹം. അപ്പോൾ വേദ പറയാം, എങ്കിൽ പിന്നെ അമ്മ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ഈ നേർച്ച ഞാൻ നേർന്നു പോയ അമ്മേ, ഞാനാ നേർന്നെന്ന് പറഞ്ഞാൽ വിക്രം ഒരിക്കലും നടത്താൻ പോകുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി വിക്രം ഇതെങ്കിലും ചെയ്തു തരാൻ അമ്മ വിക്രമിനെ നിർബന്ധിക്കണം, അങ്ങനെ ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അമ്മ പറയുകയാണ്, ശരി
ഞാൻ നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. മോൾ ആഹാരം കഴിക്കുന്നോ? അപ്പോൾ വേദ പറയാം, എനിക്കിപ്പോൾ വിശക്കുന്നില്ല അമ്മേ. അങ്ങനെ അമ്മ അകത്തേക്ക് പോകുമ്പോൾ വേദ പറയുകയാണ്, ഈ വെയിലത്ത് തന്നെ ഇറക്കി വിട്ടല്ലേ വിക്രമാദിത്യൻ ഷോ കാണിച്ചത്. ഈ വേദാളെ ഇറങ്ങുന്നത് രാത്രിയില. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് മുത്തശ്ശി വേദയെ ഫോൺ ചെയ്തിട്ട്, മോളെ വിക്രം ഇപ്പൊ എങ്ങനെയുണ്ട്? ദേഷ്യമൊക്കെ മാറി വരുന്നുണ്ടോ? അപ്പോൾ വേദ പറയുകയാണ്, അതേ മുത്തശ്ശി, ഇപ്പം പഴയ പോലെയുള്ള ദേഷ്യമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഞാൻ നന്നായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. വേദ പറയാം, ചില പ്രാർത്ഥനകൾ ഞാനും നടത്താൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാം, നന്നായി മോളെ, എല്ലാത്തിലും മാറ്റം ഉണ്ടാവും. പിന്നെ വർഷയെ പ്രസവത്തിനായിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പിന്നെ ഹർഷന് വേണ്ടി ദീപ്തിയെ കല്യാണം ആലോചിച്ചു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ വേദ പറയണേ, എല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ ഹർഷനെ വിളിച്ചായിരുന്നു. അപ്പോൾ അതെന്തായാലും നന്നായി. അപ്പോൾ വേദ പറയുകയാണ്, മുത്തശ്ശി, ഞാനിന്ന് വർഷേച്ചിയെ കാണാൻ പോയാലോ? ഞാൻ മൂത്ത നാത്തൂനല്ലേ, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ. അപ്പം മുത്തശ്ശി പറയാം, അത് പിന്നെ ഇപ്പം വേണ്ട മോളെ. ഹർഷന്റെ വിവാഹം മുടങ്ങിയതിലുള്ള ദേഷ്യം അവർക്കെല്ലാവർക്കും ഉണ്ടാവും. ഇനി ഒരു നല്ല പെൺകുട്ടിയായിട്ട് ആ വിവാഹം ഉറപ്പിക്കാതെ ഒരു കാര്യം നമ്മളോടുള്ള ദേഷ്യം അവർക്ക് മാറില്ല. അതുകൊണ്ട് മോളിപ്പോൾ പോകണ്ട. അപ്പോൾ വേദ പറയാം, എന്തായാലും പ്രസവത്തിന് മുമ്പ് ഞാനൊന്ന് പോയി വർഷേച്ചിയെ കാണും മുത്തശ്ശി. മുത്തശ്ശി പറയാം, എങ്കിൽ പിന്നെ ഹർഷനുള്ളൊരു ദിവസം ഞാനും കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോയി വർഷയെ കാണാമെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. എന്നിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യാണ്. ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പേടിച്ച് നോക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് വിക്രമിന്റെ ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് വിക്രമിനെ എങ്ങനെങ്കിലും അഴിക്കുള്ളിലാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ചേട്ടൻ പറയാം, എനിക്ക് തോന്നി, എന്തായാലും അവനെ പറ്റിയല്ലേ സംസാരിക്കാനുള്ളത്, എന്താ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് പിന്നെ അവൻ എനിക്ക് വീണ്ടും ഒരു പണി തന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ചേട്ടനോട് പറയുന്നു. എന്നിട്ട് ശ്രീകാന്ത് പറയും, എനിക്കൊന്നും അറിയണ്ടേ, എങ്ങനെയെങ്കിലും അവനെ അഴിക്കുള്ളിലാക്കണം. അപ്പോൾ ചേട്ടൻ പറയുകയാണ്, പക്ഷേ നമ്മൾ നേരിട്ട് ഇറങ്ങാത്തതാ നല്ലത്, എങ്ങനെങ്കിലും വേറൊരു വഴി കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ക്യാഷ് എത്ര വേണമെങ്കിലും ഞാൻ റെഡിയാക്കാം. അപ്പോൾ വിക്രമിൻ്റെ ചേട്ടൻ പറയുകയാണ്, അവന് അവൻ്റെ ശത്രുക്കൾ തന്നെ പണി കൊടുക്കണം, അതാവുമ്പോൾ നമുക്ക് റോളില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? അപ്പോൾ വിക്രമിൻ്റെ ചേട്ടൻ പറയാം, അവനേതോ അഭിലാഷമായിട്ട് 2 ദിവസമായിട്ട് വഴക്കൊക്കെയാ. ആ രാധയെ പെണ്ണ് ആലോചിച്ച് ചെന്നെന്നോ അങ്ങനെ അടിയും വഴക്കൊക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി വിക്രമിനോടൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഇനി അഭിലാഷിനെ കണ്ടിട്ട് അവനുമായിട്ട് ചേർന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ശ്രീകാന്ത് പറയാം, എത്ര പണം ചെലവായാലും സാരമില്ല, ഇത് നടന്നിരിക്കണം. അപ്പോൾ വിക്രമിൻ്റെ ചേട്ടൻ പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. അങ്ങനെ ശ്രീകാന്ത് പറയാം, എത്രയും പെട്ടെന്ന് അവൻ അഴിക്കുള്ളിലാവണം, കഴിഞ്ഞ വട്ടത്തെ പോലെ അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്യാഷിൻ്റെ കാര്യം. അങ്ങനെ ശ്രീകാന്ത് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുത്തിട്ട്, എനിക്കറിയാലോ തന്നെ വിളിച്ചപ്പോഴേ ക്യാഷിൻ്റെ ഇടപാട് എന്തായാലും ഉണ്ടാവുമെന്ന്. അപ്പോൾ ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ വിക്രമിൻ്റെ ചേട്ടൻ പറയുകയാണ്, ഇത് അവർക്ക് വെള്ളം മേടിച്ചു കൊടുക്കാനും അവർക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ളതല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാം, തനിക്കുള്ളത് ഞാൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം, പോരെ? അങ്ങനെ വിക്രമിൻ്റെ ചേട്ടനാണെങ്കിൽ ഓട്ടോക്കൂലി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചില്ലറകളും ശ്രീകാന്തിൻ്റെ നിന്ന് മേടിക്കുന്നു. എന്നിട്ട് പറയാം, ഇത് ഞാൻ നടത്തിയിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയാം, പണം തരുന്നതാ, എന്തായാലും ഇത് നടന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം അമ്മയോട് പറയാം, അമ്മ എന്തേ പറയുന്നത്, ഭജന ഇരിക്കണമെന്നോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അമ്മ പറയുകയാണ്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, നിനക്ക് ശനിയുടെ അപഹാരമുണ്ട്, അതുകൊണ്ട് രാത്രിയിൽ പൂജ കഴിഞ്ഞിട്ട് നീ ഭജന ഇരുന്നിട്ട് അടുത്ത ദിവസം ഉച്ച കഴിയുമ്പോൾ ഉച്ചപൂജ വരെ ഭജന ഇരുന്നാൽ മതി. അപ്പോൾ ആ വിക്രം പറയാണ്, അതൊന്നും നടക്കില്ല, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ വേദ പറയാം, ഏകദേശം ഒരു 12 മണിക്കൂർ ഭജനമല്ലേ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വിക്രം ദേഷ്യത്തിൽ, നീ എന്തൊക്കെയാ പറയാ, നീയാണ് ഈ അമ്മയ്ക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അന്ധവിശ്വാസത്തിന്റെ കൂട്ടിൽ നിന്നാ നീ ഇങ്ങോട്ട് കെട്ടിയിരുന്നള്ളത്, ഇപ്പോൾ നീ ഇതെല്ലാം കൂടി എൻ്റെ അമ്മയെ പഠിപ്പിക്കും. അപ്പോൾ എന്നിട്ട് വിക്രം അമ്മയോട് ചോദിക്കുക, അമ്മേ ഇവളല്ലേ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അപ്പോൾ അമ്മ പെട്ടെന്ന് വേദയെ നോക്കുമ്പോൾ വേദ കണ്ണടച്ച് കാണിക്കുന്നു. അപ്പോൾ അമ്മ പറയാം, സ്വന്തം മകൻ്റെ ജാതകം നോക്കാൻ വേറെ ആരെങ്കിലും പറഞ്ഞു തരണോ? അപ്പോൾ വിക്രം പറയാം, ഇതൊന്നും അമ്മയ്ക്ക് പതിവുണ്ടായിരുന്നതല്ലല്ലോ. അപ്പോൾ അമ്മ പറയുകയാണ്, പതിവുള്ളതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്, ഇവിടെ അരുതാത്തതൊക്കെ നടക്കുന്നത് ദോഷം കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് എന്തായാലും ഇത് നടന്നേ പറ്റൂ എന്ന് അമ്മ പറയുമ്പോൾ വിക്രമിൻ്റെ ചേട്ടനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ വിക്രം ചേട്ടനിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. ഇത്ര ആത്മാർത്ഥമായിട്ട് അകത്തോട്ടെടുക്കുമ്പോൾ ഈ ഫിലോസഫിയൊക്കെ എങ്ങനെ പുറത്തേക്ക് വരുന്നു? ഇത് കേൾക്കുമ്പോൾ വിക്രമിൻ്റെ ചേട്ടനാണെങ്കിൽ ആ കഴിച്ചുകൊണ്ടിരുന്നത് ശ്രീജയുടെ ഇടയിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഈ സമയം നന്ദിനി പറയുകയാണ്, ഞാൻ എന്തായാലും വിക്രമിൻ്റെ പക്ഷത്ത് തന്നെയാണ്, ഈ ഭജന ഇടുന്നത് കൊണ്ട് ഈ വീട് ശരിയാവാൻ പോകുന്നതൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? അപ്പോൾ
വിക്രം പറയാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഏട്ടത്തി. അപ്പോൾ ശ്രീജേടത്തി പറയുകയാണ്, നീ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, സ്വന്തം അമ്മയ്ക്ക് വേണ്ടി നിനക്ക് ഇതും കൂടി ചെയ്യാൻ പറ്റില്ലേ? നിനക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയതല്ലേ നിന്റെ അമ്മ? അപ്പോൾ വിക്രം പറയാണ്, ഏട്ടത്തി എന്നെ ഇങ്ങനെ നിസ്സഹനാക്കല്ലേ. അപ്പോൾ ശ്രീജേടത്തി പറയാ, നീ അമ്മയ്ക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ്, അതെ, നമ്മളെല്ലാവരും പ്രദോഷത്തിന് നിന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുന്നു. എന്നിട്ട് വേദിയും നീയും അവിടെ ഭജന ഇരിക്കുന്നു. അപ്പോൾ വിക്രം ദേഷിച്ച്, ഇവളെന്തിനാ എൻ്റെ കൂടെ ഭജന ഇരിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയുകയാണ്, അതെ, ഇവളെന്തിനാ അവൻ്റെ കൂടെ ഇരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ശ്രീജേടത്തി പറയുകയാണ്, പിന്നെ സ്വന്തം ഭാര്യയല്ലേ ഭർത്താവിൻ്റെ കൂടെ ഭജന ഇരിക്കേണ്ടത്, അല്ലാതെ ചേട്ടന്മാരുടെ ഭാര്യമാരല്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ നോക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്